Welcome all of you for the computer science class. Last class we have studied about the number systems, decimal and binary number system and the importance of binary number system. അപ്പോൾ അത് നിങ്ങൾ ബൈനറി നമ്പർ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ചെയ്തു കാണും എന്ന് മനസ്സിലാക്കുന്നു. പുസ്തകം നല്ലപോലെ വായിക്കുക. പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്ലാസ്സിനകത്തും നമ്മൾ പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത രണ്ട് നമ്പർ സിസ്റ്റം കൂടാണ് നമ്മൾ പഠിക്കുന്നത്, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ മനുഷ്യന് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ്. നമുക്ക് 10 വിരലുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ പണ്ട് തൊട്ട് എണ്ണാനായിരുന്നു പഠിച്ചത്. അപ്പോൾ ആ എണ്ണുന്ന പ്രോസസ്സിനെ നമ്മൾ നേരത്തെ ഏൻഷ്യൻ നമ്പർ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെയാണ് ഈ പല നമ്പർ സിസ്റ്റവും വന്നത്. അപ്പം അങ്ങനെ 20 നമ്പർ സിസ്റ്റം വന്ന കൈയും കാലൂടെ ഉള്ള വിരലുകളുടെ എണ്ണം വെച്ചാണ് മായൻസ് 20 നമ്പർ സിസ്റ്റം 20 ബേസ്ഡ് നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചത്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം 10 ബേസ്ഡ് നമ്പർ സിസ്റ്റം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു ക്ലാസ്സിലേ തൊട്ട് നമ്മൾ കൈ മടക്കി എണ്ണിയാണ് എണ്ണൽ പഠിക്കുന്നത്, അല്ലേ, കൗണ്ടിങ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമായ ഡെസിമൽ നമ്പർ സിസ്റ്റം, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ബേസ് വാല്യൂ, നമ്പർ ഓഫ് സിമ്പിൾസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, അല്ലേ. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ഇറ്റ്സ് ബേസ്. അപ്പോൾ 10 സിമ്പിൾസ് 0 മുതൽ 9 വരെയുള്ള 10 സിമ്പിൾസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദെൻ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0s and 1s മാത്രമാണ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനുള്ളിൽ നമ്മൾ ഡേറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിനുള്ളിലെ എല്ലാ പ്രോസസ്സും നടക്കുന്നത് ബൈനറി ആയിട്ടായിരിക്കും. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതെല്ലാം നടക്കുന്നത് ബൈനറി ആയിട്ടായിരിക്കും. കാരണം ബൈനറി എന്ന് പറയുന്നത് കറണ്ടിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 0 ഫോർ ഓഫ് പൊസിഷൻ, 1 ഫോർ ഓൺ പൊസിഷൻ, അല്ലേ. അങ്ങനെ ബൈനറി നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച അവിടെ അതിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ ഓരോ ഇതും ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ദെൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ പ്ലേസിൻ്റെയും വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. ആ കൂടുന്നതെന്ന് പറയുന്നത് 2ൻ്റെ പവേഴ്സ് കൊണ്ടാണ് കൂടുന്നത്. ദെൻ ഇൻറ്റിജർ നമ്പർ ആണെങ്കിൽ 2⁻0 നമ്മൾ തുടങ്ങുന്നത്. ദെൻ 2⁻1, 2⁻2 അങ്ങനെ അങ്ങ് പോകും. ഓരോ റൈറ്റ് മോസ്റ്റിലേക്ക് പോകുന്നതിന് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കുന്ന രണ്ട് നമ്പർ സിസ്റ്റമാണ് ഒക്ടലും ഹെക്സാഡെസിമലും. ഒക്ട മീൻസ് 8 എന്നാണ്. 8 ബേസ്ഡ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ദെൻ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 16 ബേസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. നമുക്ക് ഈ നമ്പർ സിസ്റ്റം ഓരോന്നിനെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഒക്ടൽ നമ്പർ സിസ്റ്റം, a number system which uses 8 symbols 0, 1, 2, 3, 4, 5, 6 and 7 is called octal number system. The meaning of octa is 8. Hence this number system is also called octal number system. ഇതിനെ നമ്മൾ 8 ബേസ്ഡ് നമ്പർ സിസ്റ്റം എന്നും പറയും. ഒക്ടൽ നമ്പർ സിസ്റ്റത്തെ പറയുന്ന വേറൊരു പേര് 8 ബേസ്ഡ് നമ്പർ സിസ്റ്റം എന്നാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഇതിനകത്തെ സിമ്പിൾസ് 8 സിമ്പിൾസാണ് ഉള്ളത്. അപ്പോൾ അത് 0 മുതൽ 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ അക്കം എന്ന് പറയുന്നത് ഏതാണ്? 7 ആണ്. നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ അക്കം ഏതാ? 9 ആണ്. ഡിജിറ്റ് 9 ആണ്. ഒക്ടലിലാകുമ്പോൾ അത് 7 ആയിരിക്കും. കാരണം 8 ബേസ്ഡ് ആയതുകൊണ്ട് 8 സിമ്പിൾസാണുള്ളത്. അത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 7ലാണ് അവസാനിക്കുന്നത്. ഇനി the base of this number system is 8, hence it is also called 8 based number system. Octal number system is also a positional number system. Octal number system നമ്മൾ ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിൻ്റെ കൂട്ട് ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ഇനി ആ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് the weight of each digit is the power of 8. അപ്പോൾ ഇവിടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ അക്കത്തിൻ്റെയും ഡിജിറ്റിൻ്റെയും വാല്യൂ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് 8ൻ്റെ പവേഴ്സ് കൊണ്ടാണ്. The weight of each digit is power of 8. 8⁻0, 8⁻1, 8⁻2, 8⁻3, etc. up to 8⁻7. അങ്ങനെയാണ്
റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ ഡിജിറ്റ് വെച്ചാൽ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8⁻�0. നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒറ്റ എന്ന് പറയും അല്ലേ, ഒരു സ്ഥാനം ഉള്ളതിനെയാണ് നമ്മൾ ഒറ്റ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ 8⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 7 വരെ ആയിരിക്കും. ദെൻ അടുത്തത് 8⁻1. എത്ര 8 ഉണ്ട്. അടുത്തയാണെങ്കിൽ 8² എന്ന് പറഞ്ഞാൽ 64. 8³ 256. നമ്മൾ ഒറ്റ 10 100. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 10⁻1. 100 എന്ന് പറയുന്നത് എത്രയാണ് 10². 1000 എന്ന് പറയുന്നത് എത്രയാണ് 10³ ദെൻ 10000 എന്ന് പറയുന്നത് എത്രയാണ് 10⁻4. അപ്പോൾ അതിന് പകരം 8ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ഇവിടെ ഓരോ സ്ഥാനത്തെയും രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്ക് നോക്കാം 235 ടു ദ ബേസ് 8. ഇത് നമ്മൾ ദ വാല്യൂ ഓഫ് 235 ടു ദ ബേസ് 8. അപ്പം നമുക്കറിയാം ഒരു നമ്പർ സിസ്റ്റം നമ്മൾ രേഖപ്പെടുത്തുമ്പോഴത്തേക്ക് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കണം. ആ നമ്പർ കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി കണ്ടതാണ്. ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആയിരുന്നു. അന്നേരം 2 എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഇവിടെ അതേപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ബേസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ 235 എന്ന് പറയുന്നത് ഒക്ടൽ നമ്പറാണ്. ഒക്ടൽ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും 8 ആയിരിക്കും. ആ 8 എന്ന് പറയുന്ന ബേസ് കണ്ടുകൊണ്ടാണ് നമ്മളിത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ഇതിനെ ഒരിക്കലും 235 എന്ന് നമ്മൾ സാധാരണ 235 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വായിക്കുന്നത്, 235 അല്ലെങ്കിൽ 235. 200 3 10s and 5 ones. അങ്ങനെയാണെങ്കിൽ 235 എന്നാണ് നമ്മൾ സാധാരണ വായിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് 8ൻ്റെ ബേസ് ആയതുകൊണ്ട് നമ്മൾ ഓരോ അക്കത്തിനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതനുസരിച്ചേ പറയാവൂ. കാരണം ഇവിടെ 2 എന്ന് പറയുന്നത് 8² പൊസിഷനാണ്, അല്ലാതെ 10² പൊസിഷനല്ല. 200 എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, അത് 10² ആയിരിക്കണം. ഇവിടെ 8² അപ്പോൾ അതുകൊണ്ട് 235. അപ്പോൾ അന്നേരം നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ നമ്പറും നമ്മൾ പറയുന്നതെന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഓരോ ഡിജിറ്റിൻ്റെയും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞതിന് ശേഷം ആണ് ലാസ്റ്റിൽ ടു ദ ബേസ് ഓഫ് 8 എന്നാണ് പറയുന്നത്. ഇപ്പോൾ 4 3 6 ടു ദ ബേസ് 8. 1 1 1 ടു ദ ബേസ് 8. 1 0 0 ടു ദ ബേസ് 8. 100 നമ്മൾ എന്ത് പറയില്ല, 100 എന്ന് പറയത്തില്ല. കാരണം അത് ബേസ് 8 ആണ്. 8ൻ്റെ ബേസ് ആയിട്ടാണ് അത് നമ്മൾ സാധാരണ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അന്നേരം ഇതേ രീതിയിലാണെങ്കിൽ 235 ടു ദ ബേസ് 8ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കാരണം ഇവിടെ ഓരോ ഡിജിറ്റിൻ്റെയും വാല്യൂ 2ൻ്റെ വാല്യൂ 3യുടെ വാല്യൂ 5ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അന്നേരം 5 എന്ന് പറയുന്ന 8⁻0യുടെ പൊസിഷനാണ്. 3 എന്ന് പറയുന്ന 8⁻1ൻ്റെ പൊസിഷനാണ്. 2 എന്ന് പറയുന്ന 8² പൊസിഷനാണ്. അപ്പോൾ അന്നേരം ഇതിൻ്റെ ഡെസിമൽ വാല്യൂ ആക്ച്വൽ വാല്യൂ നമുക്ക് കാണണമെങ്കിൽ ഇതിനെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8ൻ്റെ പവേഴ്സ് കൊണ്ട് ഓരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ സം ആയിരിക്കും ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം 5 × 8⁻0 പ്ലസ് 3 × 8⁻1 പ്ലസ് 2 × 8² ഈക്വൽ ടു 5 × 1. 8⁻0 എന്ന് പറയുന്നത് എത്രയാ 1 ആണ്. അന്നേരം 5 × 1. ദെൻ 8⁻1 എന്ന് പറയുന്നത് എത്രയാ 8 ആണ്. 3 × 8 പ്ലസ് 8² എന്ന് പറയുന്നത് എത്രയാ 64. സോ 2 × 64 ഈക്വൽസ് 5 പ്ലസ് 24 പ്ലസ് 128 ഇല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്പറിൻ്റെ വില എന്ന് പറയുന്നത് 157 ടു ദ ബേസ് 10 അല്ലെങ്കിൽ 157 157 ടു ദ ബേസ് 10. വ്യത്യാസം മനസ്സിലായോ? നമുക്ക് ആ കിട്ടിയേക്കുന്നത് ബേസ് 10 എന്ന് പറയുന്നതിനെ നമുക്ക് 157 എന്ന് നമുക്ക് പറയാം. കാരണം അത് ഓരോ ഡിജിറ്റിൻ്റെയും പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 10ൻ്റെ മൾട്ടിപ്പിളാണ്. അതേസമയം 235 ടു ദ ബേസ് 8 എന്ന് പറയുന്നത് 235 എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതെങ്ങനെയാണ് നമുക്ക് ഒരു ഒക്ടൽ നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ കാണുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് ഒറ്റയുടെ അക്കം മുതൽ 8ൻ്റെ പവർ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ സം ആയിരിക്കും ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 സ്ഥാനമേ ഉള്ളൂ, അതുകൊണ്ട് 8² വരെ വരുന്നുള്ളൂ. 4 സ്ഥാനം ഉണ്ടെങ്കിൽ 8³ വരെ വരും. 5 സ്ഥാനം ഉണ്ടെങ്കിൽ 8⁻4 വരെ വരും. 6 സ്ഥാനം ഉണ്ടെങ്കിൽ 8⁻5 വരെ ഉണ്ട്.
എത്ര സ്ഥാനങ്ങളുണ്ടോ അതേ ഡിജിറ്റ് ഇൻറ്റു 8 raised to n-1, where n-1 is the number of digits. നമ്പർ ഓഫ് ഡിജിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് n-1 എന്ന് പറയുന്നത്, n എന്ന് പറയുന്നത്. ഇനി ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓരോന്നിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പവറിലായിരിക്കും. അപ്പോൾ ഇത് 8 raised to -1, 8 raised to -2, 8 raised to -3. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് 357.4 എന്ന് പറയുന്ന ഒക്ടൽ പോയിന്റ്, ഇവിടെ 4 എന്ന് പറയുന്നത് ഒക്ടൽ പോയിന്റിന് ശേഷം വരുന്നതാണ്. സോ 3 × 8² + 5 × 8 raised to 1 + 7 × 8 raised to 0 + 4 × 8 raised to -1. സോ ഇവിടെ 3 × 64 + 5 × 8 + 7 × 1 + 4 × 8 raised to -1 എന്ന് പറയുന്നത് എത്രയാ? 1/8. 192 + 40 + 7 + 0.5 = 239.5. ഇത് 239.5 ആണ്. ഈ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 239.5 ആണ്. അതേപോലെ തന്നെ 192 ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. കാരണം വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സംഖ്യയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലായിരിക്കും. ആ വെയിറ്റ് കാണണമെങ്കിൽ, പൊസിഷണൽ വാല്യൂ കാണണമെങ്കിൽ, ഒക്ടൽ ആണെങ്കിൽ 8ൻ്റെ പവർ, ബൈനറി ആണെങ്കിൽ 2ൻ്റെ പവർ, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16ൻ്റെ പവർ. ഇനി അടുത്ത നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സാ മീൻസ് 16 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അന്നേരം 16 സിമ്പിൾസ് ഉള്ളതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ രേഖപ്പെടുത്തുന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ അക്കം എന്ന് പറയുന്നത് ഏതാണ്? 9 ആണ് അല്ലേ? 9 വലിയൊരു സംഖ്യയില്ല. ദെൻ 9 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 ആണ്. 10 എന്ന് പറയുന്നത് ഏതാണ്? 2 സ്ഥാനം, 2 അക്കങ്ങളിലായിട്ടാണ്. അവിടെ പൊസിഷണൽ വാല്യൂ അനുസരിച്ചിട്ടാണ് 10 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ 7 വരെയുള്ള 8 സിമ്പിൾസ് ആയിരുന്നു യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആയതുകൊണ്ട്, അല്ലെങ്കിൽ 16 ബേസ്ഡ് നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് 0 മുതൽ എത്രയായിരിക്കണം അതിൻ്റെ മാക്സിമം വാല്യൂ? ഇപ്പോൾ 10 ബേസ്ഡ് നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0 മുതൽ 9 വരെ അല്ലേ? ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0 മുതൽ 1 വരെ. ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0 മുതൽ 7 വരെ. അപ്പം അന്നേരം ഹെക്സാ മീൻസ് 16 അല്ലേ? 16 ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും വലിയ അക്കത്തിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ് അല്ലേ? 15 എന്ന് പറയുന്നത് 15 കൊണ്ടാണ് നമ്മൾ, 2 അക്കം കൊണ്ടാണ് നമ്മൾ, 2 ഡിജിറ്റ് കൊണ്ടാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. സോ അന്നേരം നമുക്ക് 9 കഴിഞ്ഞാൽ പിന്നെ അല്ലേ 15 സിമ്പിൾ വേണം. 15 സിമ്പിൾ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ആയിരിക്കും? 0 മുതൽ 9 വരെയുള്ള ഡെസിമൽ നമ്പറിൻ്റെയും പിന്നീട് 10, 11, 12, 13, 14 ആൻഡ് 15 ഇത്രയും ഡെസിമൽ നമ്പേഴ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ സിമ്പിളും ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് A മുതൽ F വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ ഹെക്സാഡെസിമലിൻ്റെ ഡിജിറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 സിമ്പിൾ വേണം. ആ 16 സിമ്പിളിൽ നമുക്ക് ആകപ്പാടെ നമുക്ക് അറിയാവുന്നതെന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള 10 സിമ്പിളാണ്. ഇനി വീണ്ടും 6 സിമ്പിളൂടെ വേണം. ആ 6 സിമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ടുള്ള A മുതൽ F വരെയുള്ള ലെറ്റേഴ്സാണ് നമ്മൾ നമ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. അന്നേരം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ സിമ്പിൾസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, then A, B, C, D, E and F. ഇപ്പോൾ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡെസിമൽ 15 ആയിരിക്കും. കാരണം 16 ബേസ്ഡ് നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് അതിനകത്തെ സിംഗിൾ ഡിജിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15. അത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. ദ ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് ദ ഹയസ്റ്റ് ഡിജിറ്റ് വാല്യൂ ഓഫ് ഹെക്സാഡെസിമൽ ഈസ് 15 അല്ലെങ്കിൽ 15 ആണല്ലോ. To form a number is called a hexadecimal number system. Base of this number system is 16, as there are 16 symbols in the number system. Hence, this number system is also called a 16-based number system. In this system, the symbols A, B, C, D, E and F are used to represent decimal numbers 10, 11, 12, 13, 14 and 15. അന്നേരം നമുക്ക്
16 സിമ്പൽ വേണം. 10 എണ്ണം വരെ ഉള്ളതിന് സിമ്പലുണ്ട്, 0 മുതൽ 9 വരെ, 0 മുതൽ 9 വരെ. അതിന് ശേഷമുള്ള 6 എണ്ണത്തിന് നമുക്ക് സിമ്പൽ കൊടുക്കണം. ആ സിമ്പലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ അപ്പർ കേസ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആൻഡ് ദെയർ ഇക്വലന്റ് ഡെസിമൽ നമ്പേഴ്സ് ആർ ഷോൺ ബിലോ. ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിൻ്റെയും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നു. നോക്കുക, ഹെക്സാഡെസിമൽ സിമ്പൽസ് ആണ്. 0 അതിന് ഇക്വലൻ്റ് ആയിട്ട് 0 തന്നെ, ദെൻ 1 അതിന് ഇക്വലൻ്റ് ആയിട്ട് 1 വരെ, അങ്ങനെ 9 വരെ ഉള്ളതിന് 9 തന്നെയാണ്. 9 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഇത് തന്നെയാണ്, 9 ആണുള്ളത്. ഇനി 10 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ആണ് നമുക്ക് രേഖപ്പെടുത്തേണ്ടുന്നത്. അത് സിംഗിൾ ഡിജിറ്റ് വേണം രേഖപ്പെടുത്താൻ. അതുകൊണ്ട് 10ന് പകരം A, 11ന് പകരം B, 12ന് പകരം C, 13ന് പകരം D, 14ന് പകരം E, and 15ന് പകരം F. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും വെയ്റ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പോകുന്നത്? പവർ ഓഫ് 16ലായിരിക്കും പോകുന്നത്. പവർ ഓഫ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16⁻0 + 16⁻1 + 16⁻2 + 16⁻3 അങ്ങനെ പോകും. അപ്പോൾ അന്നേരം 16ൻ്റെ പവേഴ്സ് കൊണ്ടാണ് ഓരോ ഹെക്സാഡെസിമൽ നമ്പറിൻ്റെയും വെയ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ സമ്മുകളായിരിക്കും ഈക്വലൻ്റ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇനി decimal value of the hexadecimal number 1A5B to the base 16 is 1A5B എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പറാണ്. അതിൻ്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ വരയ്ക്കുന്നു. ദെൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, 8⁻0 അല്ല 16⁻0 ആണ്. ശ്രദ്ധിക്കുക, 8⁻0 B എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഏതാണ്? 16⁻0 ആണ് അവിടെ കൊടുക്കേണ്ടുന്നത്. അപ്പോൾ അന്നേരം 16⁻1, 16² 16³ അപ്പോൾ അന്നേരം 1A5B എന്ന് പറയുന്ന 5B അല്ല 5F. അപ്പോൾ അത് ശ്രദ്ധിക്കുക, B എന്നല്ല അവിടെ എഴുതി കൊടുത്തേക്കുന്നത്, മിസ്റ്റേക്ക് ഉണ്ട്. 1A5F ആണ്. അന്നേരം എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ അന്നേരം 15 അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് നോക്കാം. 1 × 15 × 16⁻0 + 5 × 16⁻1 + 10 × 16² + 1 × 16³ നോക്കുക. ആദ്യം റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 16⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഡിജിറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 16 ഇല്ല, അതുകൊണ്ട് 1 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ 15 × 15 × 16⁻0 + 5 × 16⁻1. ദെൻ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ 10 × 16² + 1 × 16³ ഇനി അതെന്ന് പറയുന്നത് 15 × 1 + 5 × 16 + 10 × 256 + 1 × 496 അത് ഈക്വൽ ടു 15 + 19 + 90 + 2560 + 4096 ഈക്വൽ ടു 6761 to the base 10. മനസ്സിലായല്ലോ? ഇനി ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ നോക്കാം. ഫ്രാക്ഷണൽ വാല്യൂവിൻ്റെ നോക്കണമെങ്കിൽ അത് 16⁻1, 16⁻2, 16⁻3 ഹെക്സാഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഓരോന്നിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് 16⁻1. അവിടെ നോക്കുക, അവിടെ നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് എടുക്കുന്നത്. അന്നേരം ഹെക്സാ പോയിന്റിന് ശേഷമാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എടുക്കുന്നത്. അന്നേരം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഓരോ ഡിജിറ്റിൻ്റെയും പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 16⁻1, 16⁻2, 16⁻3 അങ്ങനെയാണ്. സോ 2 × 16⁻1 + 3 × 16⁻0 ഇവിടെ 2D.4 ആണ് നമുക്കിവിടുത്തെ
ഹെക്സാഡെസിമൽ ഡിജിറ്റ് എന്ന് പറയുന്നത്. സോ 2 × 16⁻1 പ്ലസ് 13 ഡി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 13 × 16⁻0 പ്ലസ് 4 × 16⁻1 16⁻1 എന്ന് പറയുന്നത് എത്രയാണ്? 1/6 32 പ്ലസ് 13 പ്ലസ് 0.25 0.25 വരുന്നത് എങ്ങനെയാണ്? 1/4 1/4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കാരണം 4/16 എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണ്. സോ 45.25. ഇനി നമ്മൾ എന്തിനാണ് ഒക്ടലും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇല്ലേ, നമ്മൾ ബൈനറിയുടെ കാര്യം പറഞ്ഞു. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് കറണ്ടിൻ്റെ സ്റ്റേറ്റാണ്. കറണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്നേരം കറണ്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് 0ഉം 1ഉം. 0 എന്ന് പറഞ്ഞാൽ ഓഫ്, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ പൊസിഷൻ. As we have discussed, a digital hardware uses binary number system for its operations and data. Representing numbers and operations in binary form requires too many bits and needs lots of effort. With octal, these bits are grouped into 3 because 2⁻³ is equal to 8. 8 എന്ന് പറയുന്നത് എത്രയാ? 8 എന്ന് പറയുന്നത് എത്രയാ? 2⁻³ ആണ് അല്ലേ? 2ൻ്റെ ക്യൂബ് വാല്യൂ ആണ് 8 എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് ഹെക്സാഡെസിമൽ ദ ബിറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് വിത്ത് 2⁻14 ഈക്വൽ ടു 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 എന്ന് പറയുന്നത് എത്രയാ? 2 × 2 × 2 × 2 അല്ലേ? 2 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ 2⁻1 × 2⁻1 × 2⁻1 × 2⁻1. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2⁻1 + 1 + 1 + 1. അപ്പോൾ അങ്ങനെ 2⁻4 2⁻4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. സോ അങ്ങനെ 4 ബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹെക്സാഡെസിമലും 3 ബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒക്ടൽ ഡിജിറ്റും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഒക്ടലിനെയും ഹെക്സാഡെസിമലിനെയും നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാവുന്നത് കൊണ്ടാണ് ഒക്ടലും ഹെക്സാഡെസിമലും നമ്മൾ നമ്പർ സിസ്റ്റത്തിനകത്തും അതേപോലൊപ്പം തന്നെ കമ്പ്യൂട്ടറിനുള്ളിലെ ഡേറ്റ റെപ്രസെൻറ്റേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ വളരെ ഈസി ആയിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളുടെ ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 8 എന്ന് പറഞ്ഞതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് 16 എന്ന് പറയുന്നത്. 16 എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഹെക്സാഡെസിമലിൻ്റെ ബേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ 16 എന്ന് പറയുന്നത് 2⁻4 ആണ്. സോ അതുകൊണ്ട് അതും നമുക്ക് ഈസി ആയിട്ട് ബൈനറി നമ്പർ രേഖപ്പെടുത്താം. അപ്പോൾ അന്നേരം ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുന്നു. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു 1ാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതി കഴിയണം എന്ന്. ഇനിയും അത് എഴുതാനുള്ളവരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ബുധനാഴ്ചയായിരുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൻ്റെ എസ്സേ ഭാഗത്തിൻ്റെ ഡേറ്റ് തന്നിരുന്നത്. അത് വളരെ കുറച്ച് പേര് മാത്രമേ അത് എഴുതി കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം അത് പെർമിറ്റ് ചെയ്യേണ്ടുന്നതല്ല. വളരെ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ എന്നെ അത് കാണിക്കുക. നിങ്ങൾ ഈ അന്നന്ന് പഠിപ്പിക്കുന്ന ഭാഗം അന്നന്ന് തന്നെ പഠിച്ചു പോകാൻ നോക്കുക. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത് പഠിക്കാൻ. പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ലെവൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുക. ഇനി ഇവിടെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം കൊടുത്തേക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കാൾഡ്. എന്താണ്? ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിമ്പലുകളുടെ എണ്ണത്തെ എന്താണ് പറയുന്നത്? അതിൻ്റെ ബേസ് ഓർ റാഡിക്സ് എന്ന് പറയുന്നത്. പിക്ക് ഇൻവാലിഡ് നമ്പേഴ്സ് ഫ്രം ദ ഫോളോയിങ് അല്ലേ? അപ്പോൾ അവിടെ നോക്കുക, ആദ്യത്തെ നമ്പർ 10101. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പർ സിസ്റ്റത്തിൽ ബിലോങ് ചെയ്യും? 10101 നോക്കുക. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരാമല്ലോ. 1ഉം 0ഉം മാത്രം. അത് ശ്രദ്ധിക്കുക. 1ഉം 0ഉം മാത്രം എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ബൈനറി ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ബൈനറി ആണെങ്കിൽ അതിൻ്റെ ബേസ് എന്തായിരിക്കും? നമുക്ക് ഡെസിമൽ നമ്പർ അല്ലാതെ ബാക്കി ഏത് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിലും അതിൻ്റെ ബേസ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ബേസ് വാല്യൂ എന്ന് പറയുന്നത് റൈറ്റായിട്ട് നമ്പറിൻ്റെ റൈറ്റിൽ നമ്മൾ
എഴുതുന്നതാണ് ബേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ 10101 ടു ദ ബേസ് 8 ആണ്. അത് കറക്റ്റ് അല്ലേ? കാരണം 1 0 ആയതുകൊണ്ട് അത് ബൈനറി മാത്രം ആവണമെന്നില്ല. അപ്പോൾ അത് എന്തും ആകാം, അത് ബൈനറി നമ്പറും ആകാം. അതോടൊപ്പം തന്നെ 8 ആണ് ബേസ് കൊടുക്കുന്നതെങ്കിൽ അത് ഒക്ടലാകാം. അതോടൊപ്പം തന്നെ 10 ആണ് ബേസ് കൊടുക്കുന്നതെങ്കിൽ അത് ഡെസിമൽ നമ്പർ ആകാം. 16 നമ്മൾ ബേസ് കൊടുക്കുന്നതെങ്കിൽ അത് എന്തുമാകാം, എക്സാ ഡെസിമൽ നമ്പരും ആകാം. 1 2 3 ടു ദ ബേസ് 4. ഓക്കെ, ഇവിടെ ബേസ് എന്ന് പറയുന്നത് 4ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര സിമ്പൽ കാണും? 4 സിമ്പൽ കാണും. അത് ഏതൊക്കെയായിരിക്കും? 0 1 2 3 അല്ലേ? 4 ആകുമ്പോഴത്തേക്ക് അങ്ങനെയായിരിക്കും അത് രേഖപ്പെടുത്തുന്നത്. ഇനി 7 6 8 ടു ദ ബേസ് 8. ഓക്കെ, 7 6 8 ടു ദ ബേസ് 8. അപ്പോൾ ഇവിടെ ഏറ്റവും ലാർജസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് വരുമോ? ഒക്ടലിനകത്ത് വരുമോ? വരത്തില്ല. ഒന്നുകിൽ 7 6 8 ടു ദ ബേസ് 16 എന്നാക്കണം, അതല്ലെങ്കിൽ 7 6 7 എന്നും പറഞ്ഞു. കാരണം 8 ഒരു ഹെക്സാഡെസിമൽ നമ്പർ അല്ല. സോ അതുകൊണ്ട് 8 എന്ന് പറയുന്നത് ഒരു ഒക്ടൽ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ABC ടു ദ ബേസ് 16. ഇപ്പോൾ എയും ബിയും സിയും വരുവാണെങ്കിൽ അത് ഏതായിരിക്കും? ഹെക്സാഡെസിമൽ തന്നെയായിരിക്കും. കാരണം ഡെസിമലിലോ ബൈനറിയിലോ ഒക്ടലിലോ ABC എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്യുന്നില്ല. ഡിഫൈൻ ദ ടൈം ബിറ്റ്. ഫൈൻ ദ MSD ഇൻ ദ ഡെസിമൽ നമ്പർ. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഏതാ? 7. ഇനി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റോ? അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇൻറ്റിജർ ഏറ്റവും റൈറ്റിലുള്ളതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. കാരണം നമ്മൾ ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പോയിന്റ് കഴിഞ്ഞിട്ട് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സംഖ്യയുടെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നേരം വലത്തുള്ള സംഖ്യകളുടെ വില എപ്പോഴും കുറവായിരിക്കും. കാരണം 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻⁻1 ആണ്. അതേസമയം 5ൻ്റെ വാല്യൂയോ 5 × 10⁻2 ആണ് അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, -0 എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് -1ലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് പവർ കൊണ്ടായിരിക്കും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ⁻1 ആയിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദ ബേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്താണെന്നുള്ളത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം അന്നേരം ഈ ക്വസ്റ്റ്യൻ നോക്കുക. അതോടൊപ്പം തന്നെ കുറേ നമ്പേഴ്സ് എഴുതിയതിന് ശേഷം അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അന്നേരം ഒരിക്കൽ കൂടെ പറയാം, കഴിഞ്ഞ ബുധനാഴ്ച എഴുതി തീർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളത് വാട്സപ്പിൽ ഇടുക. അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യനും ഈ ചാപ്റ്റർ എഴുതിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ, ഡെസിമൽ നമ്പർ എന്താണ്, നമ്പർ സിസ്റ്റം എന്താണ്, ബൈനറി നമ്പർ സിസ്റ്റം എന്താണ്, ഒക്ടൽ നമ്പർ സിസ്റ്റം എന്താണ്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണ്, ഇതിൻ്റെ നോട്ട് എഴുതുക. അപ്പോൾ അത് വളരെ കൂടുതലൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്കിനിയും പഠിക്കാനുള്ളതാണ്. അതിപ്പോൾ അത് കൺവേർട്ട് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മതി. ബാക്കി അല്ലാതെ അതിൻ്റെ ബേസ് എന്താണ്, അതിൻ്റെ നമ്പർ ഓഫ് സിമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.